കൂടെ ചെന്ന് എന്നെ തെറി വിളിക്കുക, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുക, ഞങ്ങളെ പിടിച്ച് അകത്തിടുന്ന രീതിയിലേക്കുള്ള സംസാരം പോയപ്പോഴത്തേക്ക് എൻ്റെ ഇന്ന് ബലമായിട്ട് താക്കോൽ പിടിച്ച് മേടിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഒരു ബലം പ്രയോഗിച്ചു, അവരെന്നെ അതിനേക്കാൾ കൂടുതൽ ബലം പ്രയോഗിച്ചു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ പിടിച്ച് മേടിച്ചിട്ട് എന്നെ ഓങ്ങി ഒന്ന് കുത്തി. ഞാനൊരു ചെറിയ അഭിഭാഷകൻ എന്ന നിലയിൽ ചങ്ങനാശ്ശേരി വളർന്നു വരുന്ന സമയത്താണ് ഏറ്റവും വലിയൊരു ആഘാതം എനിക്കുണ്ടായെന്നുള്ളതാണ്. കാലതാമസമൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. അത് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് മാറി, പിന്നെ കോട്ടയത്തെ കേസ് നടന്നു, അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. ആ രണ്ട് കേസും തള്ളിക്കളഞ്ഞു. പിന്നെ ക്രിമിനൽ കേസിനകത്ത് ഞാൻ അപ്പീൽ ഹൈക്കോടതി കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. പക്ഷേ സിവിൽ കേസ് ഞാൻ വിടുന്നില്ല. കാരണം എനിക്ക് അതുപോലെ ഫീൽ ചെയ്തതാണ്. എൻ്റെ 2 വർഷം തകർന്നു പോയതാണ്. മാനസികമായിട്ട് ഞാൻ ആകെപ്പാടെ വലിയൊരു ആഘാതമായിരുന്നു എനിക്ക്. അദ്ദേഹം എന്നോട് കാണിക്കാത്ത ഒരു നീതിയും ഒരു മര്യാദയുണ്ട്. അത് ഞാൻ അവരോട് കാണിക്കണം. എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നന്മയ്ക്കായിട്ട് ഭവിക്കത്തക്ക രീതിയിൽ അത് വേണ്ടതെന്ന് ഞാനത് ആ തുക വിനിയോഗിക്കാനാണ് ആഗ്രഹിച്ചത്. നമസ്കാരം. മധ്യസ്ഥ ചർച്ചയ്ക്കായി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ മർദ്ദിക്കുകയും അപമാനിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടപരിഹാരം നേടിയെടുത്ത് അഭിഭാഷകൻ. കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയും അഭിഭാഷകനുമായ റോയ് തോമസാണ് 24 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ 1,32,000 രൂപ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും നഷ്ടപരിഹാരമായി നേടിയെടുത്തത്. കോട്ടയം ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 2004 മാർച്ച് 24-നാണ് ഈ സംഭവം ഉണ്ടായത്. അതേ തുടർന്ന് നിയമ പോരാട്ടം നടത്തുകയായിരുന്നു അഭിഭാഷകനായ റോയ് തോമസ്. 2004-ലാണ് ഈ സംഭവം നടക്കുന്നത്. 2004 മാർച്ച് മാസത്തിലാണ്. അപ്പം ഞാൻ ഞങ്ങളുടെ പള്ളിയിലെ ഒരു വിഷയമുണ്ട്. ഞാനന്ന് പള്ളിയിലെ പാരിഷ് കൗൺസിൽ അംഗമാണ്. പാരിഷ് കൗൺസിലെ സെക്രട്ടറി ഉൾപ്പെടുന്ന ഒരു 2 പേരെ മറ്റ് 2 ആളുകൾ മർദ്ദിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പരാതി ഞങ്ങളന്ന് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരുന്നത്. അന്ന് തൃക്കൊടിത്താനത്തിൻ്റെ പരിധി ചങ്ങനാശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അവിടെ ആ പരാതിയിൽ ഇവർ കാര്യമായ ഒരു ശ്രദ്ധ കാണിച്ചില്ല പോലീസിൻ്റെ ഭാഗത്തു നിന്ന്. അവരൊരു ഈ പരാതി എതിർകക്ഷികളെ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു പരാതി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതനുസരിച്ച് ഞങ്ങൾ ചില അധികാര കേന്ദ്രങ്ങളോടൊക്കെ അത്തരം പരാതികൾ പറഞ്ഞിരുന്നു. അതൊക്കെ അറിഞ്ഞതിൻ്റെ പേരിൽ ഈ പറഞ്ഞ SI, അന്നത്തെ SI K ശ്രീകുമാർ എന്ന് പറയും, അദ്ദേഹത്തിന് ഞങ്ങളോടൊരു വിരോധം അല്ലെങ്കിൽ ഒരു പക ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അദ്ദേഹം ഈ പക മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിക്കുന്നത്. ഞങ്ങളെല്ലാവരും തെറി വിളിക്കുക, കൂടെ ചെന്ന് എന്നെ തെറി വിളിക്കുക, ഞങ്ങളെ ഭീഷണിപ്പെടുത്തി സംസാരിക്കുക, ഞങ്ങളെ പിടിച്ച് അകത്തിടുന്ന രീതിയിലേക്കുള്ള സംസാരം പോയപ്പോഴത്തേക്ക് അങ്ങനെ വന്നപ്പോൾ എനിക്കവിടെ ഈ ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാനവിടെ നിൽക്കുമ്പോൾ ഈ എൻ്റെ കൂടെയുള്ള കക്ഷികളെ സംരക്ഷിക്കാൻ ചെന്ന ഞാൻ വല്ലാത്ത പരിഗണനയിലായ അവസ്ഥയിൽ എനിക്കവിടെ തുടർന്ന് നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അവിടുന്ന് എൻ്റെ അഭിമാനം സംരക്ഷിക്കാനും ഏതാണ്ട് രക്ഷപ്പെട്ട് പോരുന്നത് പോലെ ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട് ഇനി പോരുക. അപ്പം ഞാൻ വന്ന് സ്റ്റേഷന് പുറത്തിറങ്ങി മുറ്റത്തൂടെ നടന്ന് ചങ്ങനാശ്ശേരി മാർക്കറ്റ് റോഡ് അരികിലാണ് ഈ പോലീസ് സ്റ്റേഷൻ. മാർക്കറ്റ് റോഡിൻ്റെ എതിർവശത്ത് ഞാൻ വെച്ചിട്ടുള്ള എൻ്റെ ബൈക്കിൽ ഞാൻ കയറിയിരുന്നു. അപ്പം ഈ കീ ഹോളിലേക്ക്, കാരണം അവിടെ നിൽക്കുന്നത് ഇനി ശരിയല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോന്നേക്കാമെന്ന് വിചാരിച്ച് ഞാൻ വീട്ടിലേക്ക് പോകണം. എന്നിട്ട് വേണം എനിക്ക് തിരിച്ച് ഓഫീസിൽ വരികയും ചെയ്യണം. അപ്പം അങ്ങനെ ഞാൻ വണ്ടിയിൽ കയറി താക്കോല് കീ ഹോളിലേക്ക് ഞാൻ ഇട്ട സമയത്ത് ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാറാവുകാരൻ ഉൾപ്പെടെയുള്ള ഒരു 2-3-4 പോലീസുകാർ ഓടി വന്നിട്ട് എൻ്റെ ഇന്ന് ബലമായിട്ട് താക്കോല് പിടിച്ച് മേടിച്ചു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ഒരു ബലം പ്രയോഗിച്ചു, അവരെന്നെ അതിനേക്കാൾ കൂടുതൽ ബലം പ്രയോഗിച്ചു. അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് താക്കോൽ പിടിച്ച് മേടിച്ചിട്ട് എന്നെ ഓങ്ങി ഒന്ന് കുത്തി. എൻ്റെ ഈ ഇടത് കയ്യിൽ ഒരു ചെറിയ പരിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ പരിക്കിന് ശേഷം അവർ വീണ്ടും എന്നെ ബലമായിട്ട് പിടിച്ച് ഞാൻ ഈ ബൈക്ക് ഉൾപ്പെടെ റോഡിലേക്ക് വീണ എന്നെ അവിടുന്ന് എൻ്റെ കൈക്കും കാലിനും ഇവർ തൂക്കിയെടുത്ത്, ഈ വന്ന പോലീസുകാർ തൂക്കിയെടുത്ത് എന്നെ ഇവിടുന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി നിർത്തി എന്നുള്ളതാണ്. അവിടെ ആ സമയത്തൊക്കെ നമുക്കുണ്ടാകുന്ന അപമാനം എന്ന് പറയുന്നത് മറ്റുള്ള ആളുകളുടെ മുമ്പിൽ നമ്മളിത് കാണുക. ഈ പെരുവഴിയാണ്, മാർക്കറ്റിലേക്ക് വന്ന റോഡാണ്, നിരവധി ആളുകൾ. അന്നൊക്കെ പിന്നെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലം, അല്ലെങ്കിൽ അന്ന് ക്യാമറയുള്ള ഫോണില്ലാത്തൊരു കാലം, ആ കാലഘട്ടത്തിലെ സംഭവം നടക്കുന്നത്. എനിക്കന്ന് 38 വയസ്സുള്ള സമയത്താണ്. ഞാനൊരു ചെറിയ അഭിഭാഷകൻ എന്ന നിലയിൽ ചങ്ങനാശ്ശേരി വളർന്നു വരുന്ന സമയത്താണ് ഏറ്റവും വലിയൊരു ആഘാതം എനിക്കുണ്ടായെന്നുള്ളതാണ്. എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നതിന് ശേഷം അവിടെ പോലീസ് സ്റ്റേഷനിലെ ധാരാളം പോലീസുകാരൊന്നുണ്ടായിരുന്നു. ഈ ഏതോ ക്യാമ്പിലായിട്ട് ബന്ധപ്പെട്ടുള്ള പോലീസുകാരൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും വന്ന് എൻ്റെ ചുറ്റും നിന്നിട്ട് എന്നെ അങ്ങ് ഭയങ്കരമായിട്ട് തെറിയും ചീത്തയും വിളിച്ച് ഞാനെ അങ്ങ് ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായി. ഇങ്ങനെ ഒരു വിഷമിച്ച് ഞാൻ തല നേരെ പിടിക്കാൻ പോലും വല്ലാത്തൊരവസ്ഥ ഞാൻ നിൽക്കുമ്പോഴത്തേക്കാണ് ഈ വിവരം എങ്ങനെയോ അറിഞ്ഞിട്ട് എൻ്റെ സീനിയർമാരായിട്ടുള്ള ഈ G രാമനായർ സാറ്, KP ദാസ് സാറ്, അതേപോലെ തന്നെ ചെറിയാമത്തി സാറ്, ഇവർ എങ്ങനെയോ അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ആശ്വാസമായത്. അത് കഴിഞ്ഞിട്ട് അവരവിടുന്ന് എന്നെ ഇവരുടെ പോലീസുകാരുടെ ആ ഒരു തടങ്കലിൽ നിന്ന് എന്നെ അവിടുന്ന് മോചിപ്പിച്ച് എന്നെ നേരെ ചെത്തിപ്പുഴ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകായിരുന്നു. ആശുപത്രി ഞാൻ അഡ്മിറ്റായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് എൻ്റെ പരിക്കിന് ചികിത്സയുണ്ട്, എൻ്റെ മാനസികമായിട്ടുള്ള ശാരീരിക അല്ലെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകൾക്കും അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കഴിയുന്ന സമയത്ത് എനിക്കെതിരെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ തെറി പറഞ്ഞെന്നും പറഞ്ഞ് കേസെടുത്തായിരുന്നു.
അത് പിന്നീട് കോടതി തള്ളിക്കളഞ്ഞ കേസ്. അതിനെ തുടർന്ന് ഞാൻ ആശുപത്രിയിൽ ഇങ്ങനെ ചികിത്സയിലിരിക്കുമ്പോഴത്തേക്ക് അന്നത്തെ മധ്യമേഖല DIG മുഹമ്മദ് യാസിൻ IPS അദ്ദേഹത്തിൻ്റെ അന്വേഷണം അന്നത്തെ ഗവൺമെൻറ് ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട AK ആൻ്റണി സാറായിരുന്നു. അപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. ആ അന്വേഷണം നടന്നു. ആ അന്വേഷണത്തിന് ശേഷം ഈ പറഞ്ഞ ബന്ധപ്പെട്ട SI അന്ന് എന്നെ വന്ന് പിടിച്ച പോലീസുകാരിൽ ഒന്ന് അവിടെ പാറാവിലുണ്ടായിരുന്ന ഒരു ബിജു, 2 ഒരു ജമാൽ, 3 ഒരു ശ്രീകുമാർ. K ശ്രീകുമാർ എന്ന് പറഞ്ഞ SI ഉണ്ട്. SIയുടെ നിർദ്ദേശാനുസരണമാണ്. SI ആണ് ഇതിൻ്റെ കാരണം. അപ്പോൾ എന്നിട്ട് ഈ നടപടികളുടെ ഭാഗമായിട്ട് എൻ്റെ മൊഴിയൊക്കെ എടുത്തതിന് ശേഷം മറ്റ് സാക്ഷികളുടെയൊക്കെ വളരെ വിപുലമായിട്ട് അവർ മൊഴിയൊക്കെ എടുത്തിരുന്നു. ഈ അന്നത്തെ മുഹമ്മദ് യാസിൻ്റെ അന്വേഷണം. ആ അന്വേഷണത്തിൽ ഈ SIക്കെതിരെ വകുപ്പതല നടപടികൾ സ്വീകരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തിരുന്നു. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നു. ആ കേസിൽ ഞാൻ കൊടുത്ത ക്രിമിനൽ കേസും കോടതി തള്ളിക്കളഞ്ഞു. അത് ഈ സിവിൽ കേസ് നഷ്ടപരിഹാരത്തിന് ഞാൻ സിവിൽ കേസ് കൊടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രതികളെ ശിക്ഷിക്കാൻ ക്രിമിനൽ കേസ് ഞാൻ കൊടുത്തിരുന്നു. ഈ 2 കേസുകളും ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക്, ഞാൻ ഇവിടെ വക്കീലായതുകൊണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അത് രണ്ടും ഈ പ്രതികളുടെ ആവശ്യപ്രകാരം കോട്ടയത്തേക്ക് മാറ്റി. കോട്ടയത്തെ കോടതി ഈ കേസിൽ തെളിവെടുത്തതിന് ശേഷം 2 കേസും തള്ളിക്കളയുകയായിരുന്നു. കാലതാമസമൊക്കെ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. അത് ഇവിടെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോട്ടയത്തേക്ക് മാറി, പിന്നെ കോട്ടയത്ത് കേസ് നടന്നു, അങ്ങനെയൊക്കെ ഉണ്ടായതാണ്. ആ 2 കേസും തള്ളിക്കളഞ്ഞു. പിന്നെ ക്രിമിനൽ കേസിനകത്ത് ഞാൻ അപ്പീൽ ഹൈക്കോടതി കൊടുക്കണം എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാനത് ഒഴിവാക്കി. പക്ഷേ സിവിൽ കേസ് ഞാൻ വിടുന്നില്ല. കാരണം എനിക്ക് അതുപോലെ ഫീൽ ചെയ്തതാണ്. എൻ്റെ 2 വർഷം തകർന്നു പോയതാണ്. മാനസികമായിട്ട് ഞാൻ ആകെപ്പാടെ വലിയൊരു ആഘാതമായിരുന്നു എനിക്ക്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പിന്നെ വേറൊരു വലിയൊരു കാര്യമുണ്ട്. ഈ അന്നത്തെ K ശ്രീകുമാർ എന്ന് പറഞ്ഞ SI അദ്ദേഹത്തിൻ്റെ ഉപദ്രവം ഏറ്റുവാങ്ങാത്തവരാരും അന്ന് ചങ്ങനാശ്ശേരിയിലില്ലായിരുന്നു. അത് എവിടെ ചെന്നാലും, പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാർ ഈ വഴിയെ പിന്നെ ആരുടെ ഇരിക്കൽ അദ്ദേഹം ചെന്നെന്ന് പറഞ്ഞാലും ഇവരെല്ലൊക്കെ വലിയ ഗർവമായിരുന്നു സംസാരത്തിൻ്റെ അകത്തൊക്കെ. അദ്ദേഹത്തിന് സംരക്ഷിക്കാനൊക്കെ ഒത്തിരിയധികം ആളുകൾ, അദ്ദേഹത്തിന് ചങ്ങനാശ്ശേരി തന്നെ കുറച്ച് സുഹൃത്തുക്കൾ. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പറഞ്ഞ ആൾ ഇപ്പോൾ അദ്ദേഹത്തെ എവിടെയാണെന്നറിയാമോ? അദ്ദേഹം മരിച്ചുപോയി. ഈ അപ്പീൽ കേസ് നടക്കുന്ന സമയത്താണ് അദ്ദേഹം മരിച്ചുപോയി. മരിച്ചു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളെ എനിക്ക് കക്ഷി ചേർക്കാമായിരുന്നു. പക്ഷേ ഞാൻ കക്ഷി ചേർത്തില്ല. അത് മനഃപൂർവ്വം. കാരണം അദ്ദേഹം എന്നോട് കാണിക്കാത്ത ഒരു നീതിയും ഒരു മര്യാദയുണ്ടല്ലോ, അത് ഞാൻ അവരോട് കാണിക്കണം. അവരിതൊന്നും അറിയാത്ത ആളുകളായതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം അവരെ ഒഴിവാക്കി എന്നുള്ളതാണ് ആ കേസിനകത്ത്. ആ കേസ് അപ്പീൽ നടന്ന് അങ്ങനെ അപ്പീൽ നടന്നു കഴിഞ്ഞപ്പോൾ ആ അപ്പീലിലാണ് എനിക്ക് ഈ നിഷ്കരണം താഴെ മുനിസിപ്പൽ കോടതി അല്ലെങ്കിൽ കീഴ്ക്കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിൽ, ആ കേസിൽ അന്നുണ്ടായിരുന്ന ആ തെളിവുകൾ മാത്രം വെച്ചുകൊണ്ട് ഇതിനപ്പുറം ഇനി തെളിവിനകത്ത് വരാനില്ല എന്നുള്ളൊരു ഫൈനിങ് തീർച്ചയായിട്ടും അതിനകത്ത് നമ്മളത് വായിച്ചാൽ മനസ്സിലാവും. കീഴ്ക്കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെ കോടതി പരോക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ആ ജഡ്ജ്മെൻ്റ് എന്നുള്ളത് വായിച്ചാൽ മനസ്സിലാവും. ആ ജഡ്ജ്മെൻറ്റിലാണ് ഞാൻ ആവശ്യപ്പെട്ട തുക. ഒരു കാര്യം മനസ്സിലാക്കണത്, ഞാൻ പൈസ വാങ്ങിച്ചെടുക്കാനുള്ളൊരു കേസായിരുന്നില്ല. ഇതെൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമായിരുന്നു. ഇതെൻ്റെ ഒരു അഭിഭാഷകൻ എന്ന നിലയിലുള്ള എൻ്റെ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രശ്നമായിരുന്നു. അതിനെതിരെയാണ് ഈ അതിക്രമം ഉണ്ടായെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടണം, എത്രയും മുമ്പോട്ട് പോകണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കേസിൽ തുകയല്ല, ഞാൻ 50,000 രൂപ മാത്രമാണ് ചോദിച്ചിരുന്നത്. പക്ഷേ എനിക്ക് ഇപ്പോൾ തോന്നുന്നു അതിൽ കൂടുതൽ ചോദിച്ചിരുന്നില്ല. പക്ഷേ അനുവദിച്ചേനെ. പക്ഷേ എനിക്ക് തുകയല്ല പ്രശ്നം. ഈ 50,000 രൂപ കോടതി അന്ന് മുതലുള്ള ചിലവ്, 2004 മുതലുള്ള കോടതി ചെലവുകളും അന്ന് മുതലുള്ള ഇൻട്രസ്റ്റും അനുവദിച്ചുകൊണ്ടാണ് കോടതി, ബഹുമാനപ്പെട്ട കോട്ടയം അഡീഷണൽ ജില്ലാ കോടതി, ഇതിന് അപ്പീൽ അനുവദിച്ച് ഉത്തരവായിട്ടുള്ളത്. ആ വിധി വന്നു. ആ വിധി വന്നതിന് ശേഷം ഇപ്പം നടത്തിയെടുക്കുകയായിരുന്നു ആ വിധി വന്നത് കഴിഞ്ഞ വർഷമായിരുന്നു. അത് ആ കോട്ടയത്തെ കോടതിയിൽ നിന്ന് മുനിസിപ്പൽ കോടതിയിൽ EP ഫയൽ ചെയ്തിട്ട് ആ എക്സിക്യൂഷൻ നടപടികൾ ഇങ്ങോട്ട് അയച്ച് ഈ ചങ്ങനാശ്ശേരി മുനിസിപ്പൽ കോടതി ഇവിടെ തന്നെ നടത്തിയെടുക്കണം ഞങ്ങളൊരു ആഗ്രഹം. കാരണം ചങ്ങനാശ്ശേരിയിലാണ് സംഭവം നടന്നത്. അപ്പോൾ ചങ്ങനാശ്ശേരി തന്നെ നടത്തിയെടുക്കണം. അപ്പം നടത്തിയെടുക്കാനായിട്ട് ചങ്ങനാശ്ശേരി കോടതിയുടെ പരിധിയിൽ താമസിക്കുന്ന, അധികാര പരിധിയിൽ താമസിക്കുന്ന ഒരു പ്രതി ഉണ്ടായിരുന്നു. അത് കങ്ങഴ വില്ലേജിൽ ഈ ജമാൽ എന്ന് പറഞ്ഞ ആളാണ്. മറ്റുള്ളവർ 2 പേരും, ഒരാൾ ആലപ്പുഴ കോടതിയുടെ പരിധിയിലാണ്, കൈനടി. മറ്റൊരാൾ ചെങ്ങന്നൂർ കോടതിയുടെ പരിധിയിലാണ്, ബുധനൂർ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ അവർക്ക് 2 പേർക്കും എതിരെ വാറണ്ട് അയക്കാൻ ഈ കോടതിക്ക് നമ്മുടെ ഈ പ്രാദേശിക അധികാര പരിധി കണക്കാക്കുവാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കേസിലെ കക്ഷിയാണെങ്കിലും വാറണ്ട് അയക്കാൻ നടപടി എടുത്തിരുന്നത് ഞങ്ങൾ ഈ ജമാൽ എന്ന് പറഞ്ഞ കങ്ങഴ സ്വദേശിക്കെതിരെയായിരുന്നു. ആ നടപടി നടന്നു വരുമ്പോൾ ഞാൻ തെളിവ് കൊടുക്കാനായിട്ട് ഇരിക്കുന്ന ദിവസം ഇവർ മുഴുവൻ തുകയും കൊണ്ടുവന്ന് അടച്ചു തീർക്കുകയായിരുന്നു. എത്ര രൂപയാണ്? 1,32,000 രൂപയുണ്ട് കോടതി അതാണ് വിധിച്ചത്. അതെ. അതായത് 50,000 രൂപയും അതിൻ്റെ അന്ന് മുതലുള്ള ഇൻട്രസ്റ്റും അന്ന് മുതലുള്ള കോടതി ചെലവുകളും കണക്കാക്കിയുള്ള തുകയാണ്. ഏറെ വർഷക്കാലം കേസ് നടത്തിയെങ്കിലും ഈ കേസ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അതെൻ്റെ ഒരു ആത്മാഭിമാനത്തിൻ്റെ ഒരു പ്രശ്നമായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ തയ്യാറായില്ല. പിന്നെ ഞാൻ ഈ തുക ഞാൻ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി തുക ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ മാത്രമല്ല, എനിക്ക് വളരെ അടുത്ത സുഹൃത്തുക്കളുമായിട്ടുള്ള ആലോചനയിലും എൻ്റെ വീട്ടിലെ ആലോചനയിലും ഞങ്ങൾ തീരുമാനിച്ചതാണ്. എൻ്റെ സ്വന്തം തീരുമാനം അത് തന്നെയാണ്. കാരണം ആ തുക നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും ഒരു നന്മയ്ക്ക്
എനിക്കല്ല, പുറത്തുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ പുറത്തുള്ള പലർക്ക് ഒരു നന്മയ്ക്കായിട്ട് ഭവിക്കത്തക്ക രീതിയിൽ അത് വേണ്ടതിന് ഞാനത് ആ തുക വിനിയോഗിക്കാനാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. തനിക്കുണ്ടായ ദുരനുഭവമാണ് റോയ് തോമസ് ഇപ്പോൾ നമ്മളോട് വിവരിച്ചത്. 1/4 നൂറ്റാണ്ട് കാലത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ അനുകൂലമായ വിധി നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് അനുവദിച്ച ഈ തുക നന്മ ചെയ്യുന്നതിന് വേണ്ടി വിനിയോഗിക്കുമെന്നാണ് അഡ്വക്കേറ്റ് റോയ് തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, ചങ്ങനാശ്ശേരി.